ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹവാർഡ് ഗവർണറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഈ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത്. LP-UPക്കായാലും പ്രീ പ്രൈമറിക്കായാലും നഴ്സറി ടീച്ചറിനായാലും ഇത് ആവശ്യമുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്കത് നോക്കാം. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് ഹവാർഡ് ഗവർണർ പറയുന്നു, സിദ്ധാന്തിച്ചു. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് ഹവാർഡ് ഗവർണർ സിദ്ധാന്തിച്ചു. മസ്തിഷ്കത്തിന് കേട് പറ്റിയവർ, പ്രതിഭാശാലികൾ, മന്ദബുദ്ധികൾ തുടങ്ങിയവരെ വളരെ കാലം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അദ്ദേഹം ഇങ്ങനൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കാരണം മസ്തിഷ്കത്തിന് കേട് പറ്റിയവർ, അതേപോലെ പ്രതിഭാശാലികൾ, അതേപോലെ ബുദ്ധിയിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരെ കൂടുതൽ കാലം ഒത്തിരി നാൾ പഠിപ്പിച്ചു. അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിലാണ് അദ്ദേഹം ഇങ്ങനൊരു കാര്യം, അതായത് ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ട് എന്നൊരു കാര്യത്തിൽ എന്ന് അദ്ദേഹം നിഗമനത്തിലെത്തിയത്. പിന്നെ അത് ഏതൊക്കെയാണ്, ആ ബഹുമുഖങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. ഇവ സ്വതന്ത്രമായും പരസ്പര ബന്ധിതമായും പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഒരാളുടെ കഴിവ് നിർണ്ണയിക്കുന്നത്. ഈ ബുദ്ധി, അതായത് ബഹുമുഖങ്ങളുണ്ടെന്ന് പറയുന്നു, ഒരുപാട് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ബുദ്ധികളെല്ലാം സ്വതന്ത്രമായും പരസ്പര ബന്ധിതമായും പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഒരാളുടെ കഴിവ് നിർണ്ണയിക്കപ്പെടുന്നത്. നമുക്ക് ആ ബുദ്ധികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാഷാപരമായ ബുദ്ധി, യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി. അങ്ങനെ 8 ബുദ്ധികളെക്കുറിച്ച് നമുക്കിപ്പം പഠിച്ചാൽ മതി. 1993 രചിച്ച ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലാണ് ആദ്യത്തെ 7 ബുദ്ധികളെ സംബന്ധിച്ച സൂചനകൾ നൽകിയത്. 1999 രചിച്ച ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st സെഞ്ച്വറി എന്ന ഗ്രന്ഥത്തിലാണ് മറ്റു 2 പറഞ്ഞത്. എന്നാൽ ഒടുവിലത്തേതിനെക്കുറിച്ച് വേണ്ടത്ര വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓരോന്നിൻ്റെയും വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് 9ാമത്തെ ബുദ്ധിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കൊരു 8 ബുദ്ധികളെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഭാഷാപരമായ ബുദ്ധി, അതിനകത്ത് ഫസ്റ്റ് വൺ ഭാഷാപരമായ ബുദ്ധി. എല്ലാ വ്യക്തികളിലും ഇതുണ്ടാകുമെങ്കിലും ഇതിൽ മുൻതൂക്കമുള്ളവർക്ക് നന്നായി എഴുതുവാനും പ്രഭാഷണങ്ങൾ നടത്തുവാനും കഴിയും. ഭാഷാപരമായ ബുദ്ധി എല്ലാ വ്യക്തികളിലും ഉണ്ട്. എങ്കിലും നല്ലപോലെ ആ ഒരു ബുദ്ധി ഉള്ളവർക്ക് ഇതിൽ മുൻതൂക്കമുള്ളവർക്ക് നന്നായി എഴുതുവാനും പ്രഭാഷണങ്ങൾ നടത്താനുള്ള കഴിവുണ്ടാകും. ഈ പ്രസംഗങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്ന ആൾക്കാരൊക്കെ അല്ലേ, കുട്ടികളായാലും വലിയവരായാലും ഒക്കെ. ആ ഒരു ഭാഷാപരമായ ബുദ്ധി ഉള്ളതുകൊണ്ടാണ്, നല്ല രീതിയിലുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ സംവാദങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ, വ്യത്യസ്ത ഭാഷാരൂപങ്ങൾ തയ്യാറാക്കൽ, പ്രഭാഷണം, അഭിമുഖം തുടങ്ങിയവ ഈ ബുദ്ധി വളരാൻ സഹായിക്കുന്നു. ഏതൊക്കെയാണ്? സംവാദങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ, വ്യത്യസ്ത ഭാഷാരൂപങ്ങൾ തയ്യാറാക്കൽ, പ്രഭാഷണം, അഭിമുഖം തുടങ്ങിയവ ഈ ബുദ്ധി വളരാൻ സഹായിക്കുന്നു. ഈ അഭിമുഖം നടത്തുന്നവർ, അതേപോലെ സംവാദങ്ങൾ നടത്തുന്നവർ, ചർച്ചകളിൽ ഏർപ്പെടുന്നവർ, ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര കഴിവാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ. അതേപോലെ വലിയ വ്യക്തികൾക്കും, കുട്ടികളാണല്ലോ അതിൽ കൂടി തന്നെ വലിയ വ്യക്തികളായിട്ട് മാറുന്നത്. അപ്പം കുട്ടികളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില കുട്ടികൾ, നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് വർക്കുകൾ നമ്മൾ കൊടുക്കാറുണ്ട്, വലിയ ക്ലാസ്സുകളിൽ കൊടുക്കാറുണ്ട്, സെമിനാർ കൊടുക്കാറുണ്ട്, ചർച്ച, ഡിബേറ്റ്, ഇതിങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ കൂടി നല്ല രീതിയിൽ സംസാരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള കുട്ടികളിൽ, എല്ലാ കുട്ടികളിലും ഉണ്ട് ഈ ഭാഷാപരമായ ബുദ്ധി ഉണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ ആ ഒരു സംസാരിക്കാനും ഒക്കെയുള്ള കഴിവുള്ളവരെ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം. അവരിലാണ് ഈ ഒരു ബുദ്ധിക്ക് മുൻതൂക്കം കൂടുതലുള്ളത്, നല്ല രീതിയിലുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബുദ്ധി നന്നായിട്ട് വളരും. അതായത് ഭാഷാപരമായ ബുദ്ധി നല്ല രീതിയിൽ വളരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തെയുള്ള ചില പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്താൽ മതി. തുടക്കത്തിൽ അങ്ങനെ കൊടുത്തു പോയാൽ മതി, കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ അങ്ങനെ കൊടുത്തു പോയാൽ മതി. അപ്പം ഭാഷാപരമായ ബുദ്ധി ഇത്രയും ഭാഗമാണ് കേട്ടോ. അടുത്ത ബുദ്ധി യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധിയാണ്. യുക്തിപൂർവ്വം ചിന്തിക്കാനും പരസ്പര ബന്ധം കണ്ടെത്താനും അമൂർത്തമായി ചിന്തിക്കാനും സഹായിക്കുന്നു. ഗണിതപരവും ശാസ്ത്രപരവുമായ വിഷയങ്ങളിൽ മികവ് പുലർത്താൻ ഇത് സഹായിക്കുന്നു. യുക്തിപൂർവ്വം ചിന്തിക്കാനും പരസ്പര ബന്ധം കണ്ടെത്താനും അമൂർത്തമായി ചിന്തിക്കാനും സഹായിക്കുന്നു. അതേപോലെ തന്നെ ഗണിതപരവും ശാസ്ത്രപരവുമായ വിഷയങ്ങളിൽ മികവ് പുലർത്താൻ ഇത് സഹായിക്കുന്നത് യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. പാറ്റേണുകൾ നിർമ്മിക്കൽ, ചാർട്ടുകൾ, പട്ടികകൾ, ഗ്രാഫുകൾ തുടങ്ങിയവ തയ്യാറാക്കൽ,
പരസ്പരം ബന്ധം കണ്ടെത്തൽ, വ്യാഖ്യാനിക്കൽ, നിരീക്ഷിക്കൽ, അളക്കൽ, തരംതിരിക്കൽ, ഊഹിക്കൽ, പ്രവചിക്കൽ, അപഗ്രഥിക്കൽ, നിഗമനം, രൂപീകരിക്കൽ, പരീക്ഷണങ്ങളിൽ ഏർപ്പെടൽ തുടങ്ങിയവ പ്രവർത്തനങ്ങൾ നൽകണം. അതായത് യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി ഉണ്ടാവാനുള്ള ചില പ്രവർത്തനങ്ങളാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലത്തെ പ്രവർത്തനങ്ങൾ നൽകി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ബുദ്ധി കൂടും. അടുത്ത ഭാഗം ദൃശ്യസ്ഥലപര ബുദ്ധി. വിവിധ രൂപങ്ങൾ നിർമ്മിക്കാനും ത്രിമാനങ്ങൾ ഉൾക്കൊള്ളാനും ദിക്കുകൾ തിരിച്ചറിയുവാനും മറ്റും സഹായിക്കുന്ന ബുദ്ധിയാണ്. വിവിധ രൂപങ്ങൾ നിർമ്മിക്കാനും ത്രിമാന രൂപങ്ങൾ ഉൾക്കൊള്ളാനും ദിക്കുകൾ തിരിച്ചറിയാനും മറ്റും സഹായിക്കുന്ന ബുദ്ധിയാണ് ദൃശ്യസ്ഥലപര ബുദ്ധി. നമ്മൾ ഇതിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴേ അത് ഏത് തരത്തിലുള്ള ബുദ്ധിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിത്രം വരയ്ക്കൽ, മാപ്പുകൾ തയ്യാറാക്കൽ, രൂപങ്ങൾ നിർമ്മിക്കൽ, നിറം നൽകൽ, കൊളാഷുകൾ തയ്യാറാക്കൽ തുടങ്ങിയവ ഉൾപ്പെടുത്തണം. അടുത്ത് സംഗീതപരമായ ബുദ്ധി. സംഗീതാലാപനം, താളബോധം, സംഗീതാസ്വാദനം തുടങ്ങിയവയിൽ മികവ് കാണിക്കുന്നവർ ഈ ബുദ്ധിയിൽ മുൻപിൽ നിൽക്കുന്നവരായിരിക്കും. താളവും ഈണവും കണ്ടെത്തൽ, സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ, ദൃശ്യശ്രവ്യ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തൽ, സമാന താളമുള്ളവ കണ്ടെത്തൽ, കവിതാസ്വാദനവും ആലാപനവും തുടങ്ങിയവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഈ സംഗീതപരമായ ബുദ്ധി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. അടുത്തത് ശാരീരിക ചലനപരമായ ബുദ്ധി. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനും ആഗ്രഹിക്കുന്ന വിധത്തിൽ ചലിപ്പിക്കുവാനും കഴിയുന്നത് ഈ ബുദ്ധിയുടെ സഹായത്തോടെയാണ്. നൃത്തം, കായിക മത്സരങ്ങൾ എന്നീ മേഖലകളിൽ മികവ് തെളിയിക്കുന്നവർ ഈ ബുദ്ധിയിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ്. നിർമ്മാണം, പരീക്ഷണം, കളികൾ, കായിക വിനോദം, നീന്തൽ, സൈക്കിൾ പഠനം, അനുകരണം, നാടകീകരണം, മൈമിംഗ്, സാധ്യതയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ ഇതിന് സഹായിക്കും. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഈ ശാരീരിക ചലനപരമായ ബുദ്ധിക്ക് ഉണ്ടാവാൻ വേണ്ടി നൽകേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഇതിലത്തെ പ്രവർത്തനങ്ങൾ നൽകിയാൽ അത് മുമ്പിട്ട് നിൽക്കും അവർ ആ ഒരു പ്രവർത്തനങ്ങളിലൊക്കെ. അടുത്തത് വ്യക്തിയാന്തര ബുദ്ധി. മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്നതിനും അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിയുന്നതിനും നല്ല ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ബുദ്ധി. മികച്ച സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവർ ഈ ബുദ്ധിയിൽ മുന്നിൽ നിൽക്കുന്നു. വ്യക്തിയാന്തര ബുദ്ധിയാണ്. ചർച്ചകൾ, സംവാദങ്ങൾ, സംഘപ്രവർത്തനങ്ങൾ, സഹകരണാത്മക സഹവർത്തിത പ്രവർത്തനങ്ങൾ, പഠനയാത്ര, അഭിമുഖം, ആതുര ശുശ്രൂഷ, സർവേ, സാമൂഹ്യ പഠനങ്ങൾ, പരസ്പര വിലയിരുത്തൽ എന്നിവ ഇതിന് സഹായിക്കും വ്യക്തിയാന്തര ബുദ്ധിക്ക്. ആന്തരിക വൈയക്തിക ബുദ്ധി. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയുവാനും മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുവാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും സ്വന്തം കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും തെറ്റുകൾ തിരുത്തി മെച്ചപ്പെടുത്താനും കഴിയുന്നത് ഈ ബുദ്ധിയുടെ സഹായത്തോടെയാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വയം പ്രകടിപ്പിക്കാനും തൻ്റെ നിലപാടുകൾ അവതരിപ്പിക്കുവാനും സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് വികസിപ്പിക്കാനും സ്വയം വിമർശനം നടത്താനും അവസരങ്ങൾ നൽകുന്നത് നല്ലതാണ്. അടുത്തത് പ്രകൃതിപരമായ ബുദ്ധി. പ്രകൃതിയെ നിരീക്ഷിക്കാനും സവിശേഷതകൾ കണ്ടെത്താനും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും കഴിയുന്നത് ഈ ബുദ്ധിയുടെ സഹായത്തോടെയാണ്. പ്രകൃതി പഠനയാത്ര, ക്യാമ്പുകൾ, തോട്ടനിർമ്മാണം, സസ്യപരിപാലനം, കാർഷിക പ്രവർത്തനങ്ങൾ, ആൽബങ്ങൾ തയ്യാറാക്കൽ എന്നിവയൊക്കെ ഈ പ്രകൃതിപരമായ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നൽകാവുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം രണ്ടാമത്തെ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരം ബുദ്ധികൾ, ഓരോ ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഓരോ ബുദ്ധികൾക്കും നൽകാവുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ അതിൽ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധി മുൻപിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഓരോ ബുദ്ധികൾക്കും കൊടുക്കാവുന്ന പ്രവർത്തനങ്ങളും കൂടാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.